കൗസർ സാറിനെയും റൌഫ് സാറിനെയും കുറിച്ച് പറയുകയാണെങ്കിൽ കൗസർ സാർ ഇവിടെ ജോയിൻ ചെയ്തത് 2009-ലാണ്. അപ്പോൾ ഞാനിവിടെ ജോയിൻ ചെയ്തത് 2007-ലാണ്. അപ്പോൾ ആദ്യത്തെ സിവിൽ എഞ്ചിനീയറിംഗ് ബാച്ച് 2006 അഡ്മിഷനാണ്. അപ്പോൾ അവരുടെ തേർഡ് ഇയറിലാണ് കുറച്ച് ഫാക്കൽറ്റി ഒന്നിച്ച് ഇങ്ങോട്ട് വന്നത്. അതിനു മുമ്പ് ഞാനും വേറെ 1-2 ഫാക്കൽറ്റി മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വന്ന ബാച്ചുകളിൽ കുറച്ച് എക്സ്പീരിയൻസ്ഡായ നല്ല കുറേ ടീച്ചേഴ്സ് ആ സമയത്ത് വന്നു. അപ്പോൾ അങ്ങനെയാണ് സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഇവിടുത്തെ തുടക്കം. നല്ല എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, ഒരുപാട് എക്സ്പീരിയൻസ് ഫാക്കൽറ്റി ഉള്ള നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റായിട്ടാണ് നമുക്ക് തുടങ്ങാൻ പറ്റിയത്. പിന്നെ റൌഫ് സാറിനെ പറ്റി പറയുകയാണെങ്കിൽ സാറ് ഇവിടെ 1999-ലാണ് ഈ കോളേജ് തുടങ്ങിയത്. അപ്പോൾ കോളേജിൻ്റെ തുടക്കഘട്ടത്തിൽ തന്നെ ഇവിടെ ഡിപ്പാർട്ട്മെൻ്റ് ഇല്ലെങ്കിലും ഫാക്കൽറ്റി ആയിട്ട് സാറ് 2-3 വർഷം ഇവിടെ വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷമാണ് സാറ് പിന്നെ ഇവിടുന്ന് ട്രാൻസ്ഫറായി പോവുകയും പിന്നെ പുറത്ത് ഗൾഫിൽ പോയി കുറേ വർഷം ഗൾഫിലും പോയിരുന്നു. അതിനുശേഷം റൌഫ് സാർ തിരിച്ച് ജോയിൻ ചെയ്യുന്നത് 2014-15 കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ കോളേജിൻ്റെ അക്രഡിറ്റേഷൻ കാര്യങ്ങൾ തുടങ്ങിയത്. അപ്പോൾ ശരിക്കും സാറ് വന്നത് ശരിയായൊരു സമയത്തായിരുന്നു. കാരണം നമ്മുടെ അക്രഡിറ്റേഷൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ ശരിക്കും ആ കാലത്ത് നമുക്ക് ആർക്കും അത്ര വലിയൊരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല എന്താണെന്ന്. പക്ഷേ സാറ് പുറത്ത് ഗൾഫിലെ ഈ അക്രഡിറ്റേഷനായിട്ട് ബന്ധപ്പെട്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു സാറിന്. അത് ശരിക്കും നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് ഉപയോഗപ്പെടുത്താൻ പറ്റി. അങ്ങനെ അവർ രണ്ടുപേരാണെങ്കിൽ അവർ രണ്ടുപേരും ക്ലാസ്മേറ്റ്സാണ്, ബിടെക്കിനൊക്കെ ക്ലാസ്മേറ്റ്സാണ്. അവർ നല്ല ഫ്രണ്ട്സാണ്. ഇപ്പോൾ രണ്ടുപേരുടെയും കൂടെ ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യാൻ എനിക്ക് ഭാഗ്യമുണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. കൗസർ സാർ എന്ന് പറഞ്ഞാൽ 2009-ലാണ് ഞാനും കൗസർ സാർ ഒരുമിച്ച് തൃശ്ശൂരിൽ നിന്ന് വന്നത്. അപ്പോൾ അത് മുതൽ ഇന്ന് വരെ ഞങ്ങൾ തമ്മിലുള്ള ആ ബന്ധത്തിന് ശക്തി കൂടുക എന്നല്ലാതെ കുറയല്ല, കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസം കൂടുമ്പോൾ അതിൻ്റെ ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇന്നലെ കൗസർ സാർ എസ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ദിലീപിനെ മാത്രമേ ഫോൺ ചെയ്യാറുള്ളൂ എന്ന്. അത് യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഡെയിലി ഒരു 10 മിനിറ്റോളം എന്തെങ്കിലും ഉണ്ടാവും, വിളിച്ച് ഉണ്ടാവും. ഇപ്പോൾ അക്കാഡമിക് കാര്യങ്ങൾ മാത്രമല്ല, പേഴ്സണൽ മാറ്റേഴ്സ് ഞങ്ങൾ എത്രയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൗസർ സാർ പോകാമെന്ന് പറഞ്ഞാൽ അതൊരു ഈ ഡിപ്പാർട്ട്മെൻറ്റ് എന്നല്ല, നമ്മളൊരു ഭയങ്കര തീരാ നഷ്ടമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റൌഫ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറ് ഞാൻ പരിചയപ്പെടുന്നത് 2015-ലാണ്. ആക്ച്വലി ശ്രീകൃഷ്ണപുരത്ത് സാറ് വർക്ക് ചെയ്തിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. പക്ഷേ ഒരുമിച്ച് ഒരേ ടൈമിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ 2015-ലാണ് സാറിവിടെ വരുന്നത്. പക്ഷേ ഇവർ രണ്ടുപേരും ഒരു ക്ലാസ്മേറ്റ്സ് ആണെങ്കിലും സ്വഭാവത്തിന് വ്യത്യാസമുണ്ട്. റൌഫ് സാറ് കുറച്ചും കൂടി ഈ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര ഒരു ഊന്നൽ കൊടുക്കുന്ന ആളാണ്. കൗസർ സാറും റൌഫ് സാറും ഞാനിവിടെ വന്നപ്പോൾ മുതൽ കാണുന്നതാണ് രണ്ടുപേരെയും. ഇത്രയും സീനിയർ പ്രൊഫസേഴ്സാണെന്ന് പറഞ്ഞാലും അതിൻ്റെതായ ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലോ ഒന്നും ഇല്ലാണ്ട് നമ്മളിപ്പോൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാരുടെ അടുത്ത് വളരെ സ്നേഹത്തോടു കൂടിയും ഒരു മുതിർന്ന ഒരാളെന്നുള്ള രീതിക്ക് നമുക്ക് എങ്ങനെയൊക്കെ ഗൈഡ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുകയും പറയുകയൊക്കെ ചെയ്തിട്ടുള്ളവരാണ് കൗസർ സാറും റൌഫ് സാറും. റൌഫ് സാറും കൗസർ സാറും ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ഹെൽപ്പ് കിട്ടുന്ന ടീച്ചേഴ്സ് അവരുടെ അടുത്ത് നിന്നാണ്. ഇപ്പം നമുക്ക് മെറ്റീരിയൽസ് ആണെങ്കിലും ഇവിടെയുള്ള മുമ്പെയുള്ള എങ്ങനെയാണ് വർക്ക് എന്നുള്ളതും ഇപ്പം എന്ത് ആവശ്യത്തിന് നമ്മൾ ഓടിച്ചു തന്നു കഴിഞ്ഞാലും കറക്റ്റ് നമുക്കൊരു സൊല്യൂഷൻ. കൗസർ സാറും റൌഫ് സാറും കുറിച്ച് പറയുകയാണെങ്കിൽ 2014-ലാണ് ഞാൻ കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. 2018-ലാണ് പഠിച്ചിറങ്ങുന്നത്. 2 സാറുമാരും എനിക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 2 നെടുന്തൂണുകളാണ് റൌഫ് സാറും കൗസർ സാറും. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഗുരുക്കന്മാരെ പോലെ കാണുന്ന 2 സാറുമാരാണ് കൗസർ സാറും അതുപോലെ റൌഫ് സാറും. ഞാൻ എന്ത് സംശയം ഉണ്ടെങ്കിലും എപ്പോഴും അക്കാഡമിക്കലി എന്ത് സംശയം ചോദിച്ചാലും വളരെ ക്ലിയറായി നമുക്ക് വേറൊരാളോട് പിന്നെ ചോദിക്കേണ്ടി വരില്ല. അത്ര നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന 2 സാറുമാരാണ്. റൌഫ് സാറ് ഞാൻ അക്രഡിറ്റേഷന് പോകുന്ന ടൈമിൽ ഹോൾ കോളേജ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല ഹോൾ കോളേജിൻ്റെ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പെട്ടിട്ട് എല്ലാവരും സാറിൻ്റെ അടുത്ത് നിന്നാണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം സാറിനൊന്നും നമുക്ക് ഒരിക്കലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് എങ്ങനെ ഒരാളെ നമുക്ക് കിട്ടൂല ഇനി. അപ്പോൾ അത്രയും ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി സാറിൻ്റെ കാര്യങ്ങൾ നോക്കാതെ സാറ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ കൗസറിനെ ഈ പറഞ്ഞ മാതിരി 2005-ൽ ഞാൻ തൃശ്ശൂർ മുതലെയുള്ള പരിചയമാണ്. അപ്പോൾ നമ്മൾ ലാബിലും എല്ലാത്തിലും കുറേ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. കൗസർ സാറ് എന്ന് പറഞ്ഞാൽ പിന്നെ മോർ ദാൻ ഒരു കൊലീഗിൻ്റെ അപ്പുറത്തേക്ക് ഭയങ്കര ഫ്രണ്ട്സ് പോലെയാണ് നമ്മൾ. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറയുകയും എന്ത് സംശയം ചോദിച്ചാലും ഉടനടി നമുക്ക് സാറിൻ്റെ കാര്യങ്ങൾ അവിടെ വെച്ചിട്ട് നമ്മളെ കാര്യം ചെയ്തു തരും.
കൗസ സാറും റൗ സാറും ആക്ച്വലി ഞാനിവിടെ വർക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാനിവിടുത്തെ അലൂമിനിയം കൂടിയാണ്, അതുകൊണ്ട് അവരെന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അന്നപ്പോൾ തൊട്ട് ഞാൻ 2013 ഇവിടെ ജോയിൻ ചെയ്ത് അപ്പോൾ തൊട്ടിട്ടാണ് ഞാൻ കൗസ സാറിനെയും, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് റൗ സാർ ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പം റൗ സാറിനെയും ഞാൻ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം കൗസ സാർ എന്ന് പറയുമ്പോൾ എപ്പോഴും ജിയോടെക്കാണ് പെട്ടെന്ന് മനസ്സിൽ വരിക. അതേപോലെ റൗ സാർ എന്ന് പറയുമ്പോൾ ഹൈഡ്രോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റാണ് എനിക്ക് ഓർമ്മ വരിക പെട്ടെന്ന്. GCയുടെ തന്നെ 2 സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 2 പില്ലേഴ്സാണ് നമുക്ക് ഇപ്പം ഈ കൊല്ലം ഇവിടെ നിന്ന് വിരമിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ നഷ്ടം നമുക്കുണ്ട്, ഈ കോളേജിനുണ്ട്. പക്ഷെ എന്നാലും അവരുടെ ആ ലെഗസി ഈ കോളേജിൽ എപ്പോഴും നിലനിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാർ, ഞാൻ വന്ന സമയത്ത് S5 ജി ലാബിലേക്കാണ് ഫസ്റ്റ് ഞാൻ വന്നത്. ലാബ് നടക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും വിളിച്ച് ഞങ്ങൾ സാറെ പോയി കണ്ടിരുന്നു ആദ്യം. അപ്പോൾ സാറേ ലാബാണ് അടുത്ത ആഴ്ച, എല്ലാ എക്സ്പെരിമെൻറ്റൊന്നും അറിയില്ല, നമുക്കറിയാത്ത എക്സ്പെരിമെൻ്റ് ഉണ്ടാവുമല്ലോ, ഈ കൺസോൾട്ടേഷന്, UCC, പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സാറ് അതിനെന്താ ഞാൻ വരാമല്ലോ. സാറ് അവിടെ നിന്ന് കുറച്ച് കഴിയലും നമ്മളിവിടെ ലാബിൽ എന്തോ പണിയിലായിരുന്നു, പെട്ടെന്ന് സാറ് വന്ന് നമുക്ക് നോക്കാറ് വന്ന് ലാബിൽ വന്ന് ഓരോ എക്സ്പെരിമെൻറ്റും നമുക്ക് അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ എങ്ങനെയാണെന്ന് ചെയ്യാമെന്നുള്ള സാറ് കറക്റ്റ് പറഞ്ഞു നിൽക്കണം. റൗ സാറ് കൂടെ ഞാൻ പുറത്തൊരു വർക്കിന് പോയിരുന്നു. ഇവിടെ കൺസൾട്ടൻസി വന്നൊരു വർക്കാണ്, ഒരു കോടതിയിൽ നിന്ന് വന്നൊരു പേപ്പറിൻ്റെ ഒരു വർക്കിൻ്റെ ആവശ്യത്തിന് ഞാനും ഇവിടെ അന്നുണ്ടായിരുന്ന ഷെഫീഖ് സാറും പോയിരുന്നത്. അതിൽ ലേശം ഒരു വിവാദമായൊരു പ്രശ്നമായിരുന്നു. അവിടെ ഒരു ഇറിഗേഷൻ്റെ ഒരു കനാലിൻ്റെ സൈഡ് ഒരാൾ ഇടിച്ചിട്ടുള്ള ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അത് സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് അവിടെ ചെയ്യാനുള്ള ടെസ്റ്റ് ഞാനും ഷെഫീഖ് സാറും ഒരു 9-10 കുഴിയെടുത്ത് സാൻഡ് റീപ്ലേസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഭയങ്കര പ്രശ്നമായി. ഈ കേസ് കൊടുത്ത ആളും നാട്ടുകാരും തമ്മിൽ അടിപിടി വരെ എത്തി. അപ്പോഴൊക്കെ റൗ സാർ അവിടുത്തെ ഒരു നിലപാടുണ്ട്, അത് നമുക്ക് ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകില്ല. എല്ലാവരെയും ഒരുപോലെ കാണുന്ന സാറാണ് സാർ. ഇപ്പോൾ ഒരു മീറ്റിംഗ് വിളിക്കുകയാണെങ്കിലും എന്താണെങ്കിലും ലാബ് സ്റ്റാഫായ ഞങ്ങൾ എല്ലാവരെയും ഒരുപോലെ ഫാക്കൽറ്റീൻ്റെ കൂടെ ഒരുപോലെ കാണും. എന്ത് കാര്യത്തിനും അതുപോലെ ഇപ്പം ചെറിയൊരു കാര്യം ഏൽപ്പിക്കുകയാണെങ്കിലും ലാബ് സ്റ്റാഫിനെയും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് എല്ലാം അങ്ങനെ ഒരേ ഒരു രീതിയിൽ കാണുന്നതാണ്. ഈ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞത് ഒരു ഭയങ്കര ലോങ് പ്രോസസ്സാണ്. അപ്പോൾ അതിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന 2 ആളുകളാണ് നമ്മുടെ കൗസർ സാറും റൌഫ് സാറും. ബാക്കിയുള്ളവർ വർക്ക് ചെയ്യുന്നില്ല എന്നല്ല, എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ് കൗസർ സാറും റൌഫ് സാറും. അപ്പം അവർ ഈ കോളേജിലുള്ള സമയത്തൊക്കെ സ്റ്റുഡൻസിൻ്റെ സൈഡിലാണെങ്കിലും സ്റ്റുഡൻസിനും നല്ലൊരു ബെനിഫിറ്റഡ് ആയിരുന്നു. ഫാക്കൽറ്റിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു രീതിയിലും ബെനിഫിറ്റഡ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം നോക്കുന്ന സമയത്തിലും വളരെ ഹെൽപ്പിംഗ് ഹാൻഡായിരുന്നു. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് കൗസ സാറും റൗ സാറും. കൗസ സാറുടെ കാര്യം പറയുകയാണെങ്കിൽ സാറ് അത്രയും നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതൊക്കെ. റൗ സാറും അത്രയും പെർഫെക്ഷനിസ്റ്റാണ്. അപ്പോൾ നമ്മളുടെ ഇവിടെ അക്രഡിറ്റേഷൻ കിട്ടാൻ തന്നെ ഒരു മെയിനായിട്ടുള്ള ഒരു കാരണം റൗ സാറാണ്. കാരണം അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. ഇപ്പം ഞാൻ 2 ആൾക്കും പിന്നെ അവരുടെ റിട്ടയർഡ് ലൈഫ് നല്ല ആരോഗ്യപ്രദവും സന്തോഷമുള്ളതാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഡിപ്പാർട്ട്മെൻറ്റിന് തീരെ നഷ്ടമാണ് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലെജൻസ് ആയിട്ടുള്ള 2 പേര് പോകുന്നത്. സാറിനും കൗസ സാറിനും റാവു സാറിനും എല്ലാ ഭാവങ്ങളും നേരുന്നു. കൗസ സാറും റോസ് സാറും അവരുടെ അധ്യാപന ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഞങ്ങൾ 2015-19 ബാച്ചിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഹൃദയം നിറഞ്ഞ് ഞങ്ങളുടെ പ്രിയ അധ്യാപകരുടെ പുതിയ ജീവിതത്തിന് വേണ്ട എല്ലാവിധ ആശംസകളും നേരുന്നു. Thank you, sir. You people will always remain in your hearts. Hi, Kausar sir. I want to wish you a very happy retired life. Having great teachers to inspire you and lead you towards a path of success is definitely one of life's greatest blessings. And not everybody who is a teacher by profession can earn the respect of students enough to be called great. But you, sir, are one of those absolute gems. And thank you so much for inspiring us. And here's pranams from a student who is very, very grateful to have learned from you. Thank you, sir. ഹായ്, ഞാൻ സത്യജിത്ത്, 2023 പാസ് ഔട്ട് വിദ്യാർത്ഥിയാണ്. എൻ്റെ ഹൃദയം നിറഞ്ഞ റിട്ടയർമെൻറ്റ് ആശംസിക്കുകയാണ്. അപ്പം ഹാപ്പി റിട്ടയർമെൻറ്റ് സാർ. എൻ്റെ പേര് അമൽ സലാം എന്നാണ്. ഞാൻ 22 പാസ് ഔട്ടാണ്. കൗസ സാറിനെ പറ്റി പറയാനാണെങ്കിൽ ആക്ച്വലി ഞാൻ വളരെ ചുരുക്കം ചില ഫാക്കൽറ്റീസുമായിട്ട് ഇപ്പോഴും ഒരു ആത്മബന്ധം പുലർത്തിയിട്ടുള്ളൂ. അതിലെ പ്രധാനപ്പെട്ട ആളാണ് കൗസ സാർ. ഈവൻ എൻ്റെ
ലൈഫിലെ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ പോയിന്റിൽ വരെയും എനിക്കൊരു ഡൗട്ട് തോന്നുമ്പോൾ ഞാൻ ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത് കൗസർ സാറിനോടാണ് എപ്പോഴും. സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. A very happy retirement life, sir. So as we know, both Kausar sir and Rao sir has taken a lot of struggle in bringing up of the students in civil department from the initial stages itself. Now they are both retiring, and especially with my batch, that is the 2024 batch, Kausar sir has given a lot of support and effort in bringing up of us. So representing my batchmates, that's the 2024 batch, I wish you both a very happy retired life and all the best for your future endeavors. എൻ്റെ പേര് ശരത് ശിവൻ. ഞാൻ 2011-15 ബാച്ച് സ്റ്റുഡൻ്റാണ്. GC കോഴിക്കോട് ജീവിതത്തിൽ കൗസർ സാറെ ക്ലാസ് ടൂട്ടായിട്ട് കിട്ടാനുള്ള ഭാഗ്യം ഞങ്ങളുടെ ബാച്ചിനുണ്ടായിട്ടുണ്ട്. അപ്പം നമ്മുടെ ബിടെക് ലൈഫ് എന്ന് വെച്ചാൽ കേവലം അക്കാഡമിക്സ് മാത്രമല്ല, അതിന് പുറമെ ഒരുപാട് മൂല്യങ്ങൾ സാറ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. പിന്നെ നമുക്ക് എന്തൊരു പ്രശ്നങ്ങൾ വന്നാലും അത് സാറ് ക്ഷമയോടെ കേട്ടിടുന്നത് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും അതിനുള്ള പരിഹാരവും തരാൻ ഒതുങ്ങുന്നൊരു വ്യക്തിയാണ് സാറ്. ഈ റിട്ടയർമെൻറ്റ് വേളയിൽ സാറിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. 2011-15 ബാച്ചിൻ്റെ ഒരു ഭാഗ്യം നടന്നത് കൗസർ സാറെ പോലൊരു ട്യൂട്ടറെ കിട്ടിയതാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഗൈഡിങ് അസ്. ഹാപ്പി റിട്ടയർമെൻറ്റ് ലൈഫ്. എൻ്റെ പേര് സജിത്ത്. ഞാൻ 2014-18 സിവിൽ ബാച്ച് സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ കോഴിക്കോട് A&M സ്ട്രക്ചറൽ കൺസൾട്ടിൽ സ്ട്രക്ചർ എഞ്ചിനീയർ വർക്ക് ചെയ്യുന്നു, സ്പെഷ്യലൈസ്ഡ് ഇൻ സ്റ്റീൽ സ്ട്രക്ചേഴ്സ്. 4 വർഷത്തോളമായി എൻ്റെ കരിയറിൽ ഒരുപാട് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ പ്രൊജക്ട്സിൻ്റെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട്. പഠിപ്പിക്കുന്ന സമയത്ത് വളരെ പ്രിയപ്പെട്ട 2 അധ്യാപകർ കൗസർ സാറും രഘു സാറും അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് കടക്കുകയാണ്. സ്പെഷ്യലൈസ്ഡ് ഏരിയ അല്ലെങ്കിൽ കൂടിയും സ്ട്രക്ചർ എഞ്ചിനീയർ എന്ന നിലയിൽ ഏറ്റവും നന്നായി അറിഞ്ഞിരിക്കേണ്ട ഒരു മേഖലയാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ. ഫൗണ്ടേഷൻ ഡിസൈൻ സംബന്ധമായ കാര്യങ്ങൾ ഇൻവോൾവ് ആകുമ്പോൾ ഇപ്പോഴും സഹായകരമാവുന്നത് കൗസർ സാർ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ്. എക്സാം പാസ്സാവാൻ വേണ്ടി മാത്രമല്ല, ഇതൊരു പ്രൊഫഷണൽ കോഴ്സ് കൂടിയാണ് എന്ന് എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ള കൗസർ സാർ അത് തൻ്റെ അധ്യാപനത്തിലും കൊണ്ടുവന്നതുകൊണ്ടുമില്ല ഗുണം ഏറ്റവും നന്നായി അനുഭവിക്കുന്ന ഒരാൾ കൂടിയാണ്. അധ്യാപനത്തിൽ ഏറ്റവും ആത്മാർത്ഥത കാണിച്ചിട്ടുള്ള കൗസർ സാറിന് രഘു സാറിന് അവരുടെ റിട്ടയർമെൻറ്റ് ആണ് ആനന്ദപൂർണ്ണമായ ഒരു ലൈഫ് ആശംസിക്കുന്നു. താങ്ക് യു. ഹായ് GC, ഹായ് റഘു സാർ, കൗസർ സാർ. റിട്ടയർമെൻ്റ് ആണെന്ന് അറിയാൻ കഴിഞ്ഞു. എനിക്കൊരു ഷോക്കിംഗ് ആണ്. ഞാൻ കരുതിയില്ല എത്ര പെട്ടെന്നാവുന്നു. സാറുമാരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് നോട്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനുള്ള അകമഴിഞ്ഞ സ്നേഹവും പിന്നെ ജോലിയുള്ള ആത്മാർത്ഥതയും. അത് ഞാൻ കറക്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അതൊരു ഇൻസ്പയറിംഗ് ആണ്. ഞാനിവിടെ RBയിലാണ് വർക്ക് ചെയ്യുന്നത്, ടീം ലീഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റുള്ളവരൊന്നും അറിയാൻ പറ്റും. ആ ഒരു റെസ്പെക്റ്റും അതുപോലെ നമുക്കൊരു അഭിമാനമാണ് അങ്ങനത്തെ കാര്യങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ. ഞാൻ 2019 പാസ് ഔട്ടാണ്. എൻ്റെ പേര് ബെനറ്റ്. പിന്നെ റഘു സാർ ഞങ്ങളുടെ ഒരു മെൻറ്റർ കൂടിയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് സാറിനെ. താങ്ക് യു സാർ. 2 പേർക്കും നല്ല റിട്ടയർമെൻറ്റ് ജീവിതം ആശംസിക്കുന്നു.